ഹായ്, ഇന്ത്യ ഗ്ലിറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശില്പ ബാല. എൻ്റെ മൂവി പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഡെബ്യൂ ചെയ്യുന്നത് ഓർക്കുക വല്ലപ്പോഴും എന്ന ആർട്ട് മൂവിയിലൂടെയാണ്. അതിൽ ഞാൻ ആ മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു സ്റ്റാർട്ടറിന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യുമ്പം എപ്പോഴും ഒരാൾ ഒരു കമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു ഡ്രീമിലായിരിക്കും എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുക. പക്ഷെ ഞാൻ ആ ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രം ചൂസ് ചെയ്തതിന് മെയിൻലി രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരുപാട് അഭിനയിക്കേണ്ട ഒരു സ്കോപ്പുള്ളൊരു ക്യാരക്ടറായിരുന്നു എനിക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്, ഡബിൾ റോൾ. അപ്പം ഫസ്റ്റ് ഡെബ്യൂ ഫിലിമിൽ തന്നെ ഒരു ഡബിൾ റോൾ ഓഫർ വരുന്നത് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് സച്ച് എൻ ഓപ്പർച്യൂണിറ്റി. ഓർക്കുക വല്ലപ്പോഴും മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്തായിരുന്നു വെച്ചാൽ തിലകൻ ഞങ്ങളുടെ കൂടെയായിരുന്നു ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു വെറ്ററൻ ആക്ടർ, ഇത്രയും ഒരു ലെജൻഡറി ആക്ടറിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു ഭാഗ്യം. സോ തീർച്ചയായിട്ടും ആർക്കായാലും ആ ഒരു ഓഫർ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്ത മൂവിയാണ് ഓർക്കുക വല്ലപ്പോഴും. ആ സിനിമയിലൂടെ എനിക്ക് തീർച്ചയായിട്ടും നല്ല ഒരു എൻട്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ക്രിട്ടിക്സ് ആ ഒരു ലെവലിലേക്കാണ് ആ ഫിലിം പോയത്. കൂടുതലും ഫെസ്റ്റിവൽസിലും കൂടുതലും അങ്ങനത്തെ ഒരു ആർട്ട് മൂവി ലൈനിലേക്ക് തന്നെയാണ് അത് പോയത്. അതിലെൻ്റെ പേരായിട്ട് രജത് മേനോൻ ഒരു റോള് അഭിനയിച്ചു. മറ്റേ റോളിൽ പേരില്ല, പക്ഷേ അത് തിലകനങ്ങൾ എൻ്റെ ക്യാരക്ടറിനെ കണ്ടിട്ട് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഒന്ന് 1947 പെൺകുട്ടിയും ഒന്ന് 2009 വരുന്നൊരു പെൺകുട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിലെനിക്ക് ഫിലിം ക്രിറ്റിക്സിൻ്റെ ബെസ്റ്റ് ഡെബ്യൂ ആക്ട്രസിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പടത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ഒരു മൂവി എന്നൊരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് ആ ഒരു അംഗീകാരത്തിന് ശേഷമായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്തത് വിജയ് തമ്പി സംവിധാനം ചെയ്ത കെമിസ്ട്രി എന്ന സിനിമയായിരുന്നു. കെമിസ്ട്രി എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത മൂവിയാണ് ഇത് രണ്ടും. കെമിസ്ട്രി കുറച്ചും കൂടി ഒരു സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ഫിലിമാണ്. അത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ട് തുടങ്ങിയ ഒരു മൂവി, പക്ഷേ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിന് വേണ്ടി കുറച്ചൊരു ഹൊറർ എലിമെൻറ്റ് അതിൽ കൊണ്ടുവന്ന ഒരു ഫിലിമാണ് കെമിസ്ട്രി. സത്യം പറഞ്ഞാൽ കെമിസ്ട്രിയാണ് ശില്പ ബാല എന്നൊരു ആക്ട്രസിനെ കുറച്ചും കൂടി ജനങ്ങൾ അറിയാൻ തുടങ്ങിയത്. കാരണം ആ മൂവി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് കുറച്ച് വേറെയായിരുന്നു. ഒന്നാമത് ആ സ്ട്രോങ് സ്ക്രിപ്റ്റ്, ഈ ഒരു പെൺകുട്ടി അനുഭവപ്പെടുന്ന, ഒരു സ്കൂൾ ഗേൾ അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ, അത് പലരോടും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പം അതിലൂടെ വരുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ ഒരു വളരെ സ്ട്രോങ് സബ്ജക്റ്റ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക, ഒരു ഹൊറർ, ഒരു പ്രേത റോളിലേക്ക് മാറുന്നതാണ് ഈ ക്യാരക്ടർ. അപ്പം കുറച്ചും കൂടി പുറത്ത് വെളിയിൽ അറിയാൻ തുടങ്ങുന്നത് തന്നെ പ്രേതമായിട്ട് അഭിനയിച്ച അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പം അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു തീർച്ചയായിട്ടും കെമിസ്ട്രി. കാരണം വിജയ് തമ്പിയെ പോലത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഒരു ഡയറക്ടറിൻ്റെ ഓഫർ വന്ന സമയത്ത് ഞാൻ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. കാരണം ആ സമയത്ത് നമ്മൾ ഫിലിം ഒരു കരിയറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സമയമല്ല അത്. അപ്പം തീർച്ചയായിട്ടും അതൊരു ഹോബി അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഇത്രയും നല്ലൊരു ക്രൂ ഓഫർ വരുമ്പം ഞാൻ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കെമിസ്ട്രി ഒരു നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയ പടമായിരുന്നു. മൂന്നാമത് ഞാൻ കമ്മിറ്റ് ചെയ്ത മൂവി ആഗതൻ കമൽ സാറിൻ്റെ ഡയറക്ഷനിൽ ചെയ്ത പടമാണ്. ആഗതനിൽ ഞാൻ ഹീറോയിൻ അല്ലായിരുന്നു, ഞാൻ ഹീറോയിൻ്റെ സിസ്റ്ററായിട്ടായിരുന്നു അഭിനയിച്ചത്, സപ്പോർട്ടിംഗ് റോൾ. അപ്പം കമൽ സാർ ആദ്യം തന്നെ ഓഫർ വന്നപ്പോൾ തന്നെ പറഞ്ഞു എന്നോട്, കെമിസ്ട്രിയിലും ഓർക്കുക വല്ലപ്പോഴും ചെയ്ത റോളല്ല, ഹീറോയിൻ റോളല്ല, പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ശില്പ എന്താണ് ശരിക്കും ആ ഒരു ബബ്ലി ക്യാരക്ടർ, ആ ഒരു വായാടി, ആ ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ. സോ അതുകൊണ്ട് തന്നെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഒട്ടും മടി കൂടാണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം കമൽ സാറും ദിലീപേട്ടൻ്റെ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ ഒരു 40-45ഓളം ദിവസങ്ങളുണ്ടായിരുന്നു. ഊട്ടി, തേനി, പിന്നെ അതിലൊരു പാട്ടുണ്ട്, മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന ഒരു പാട്ട്. അപ്പം ആദ്യം മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരി എടുത്ത് പിന്നെ അത് ചവിട്ടി കൂട്ടി വൈൻ ജാറിലേക്ക് ഇടുന്ന വരെയുള്ളൊരു സോങ് ആയിരുന്നു അത് ഫുൾ. അപ്പോൾ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇന്നസെൻ്റ് അങ്കിൾ, ബിജു ചേട്ടൻ, ദിലീപേട്ടൻ, അതുപോലെ ഹീറോയിൻ ചാർമി, പിന്നെ സെറീന വഹാബ്, പിന്നെ വത്സല, ഇവരെല്ലാവരും
നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു റാപ്പുമാണ് ഉണ്ടായിരുന്നത്. എന്നെ ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല എനിക്ക് കിട്ടിയത്. പക്ഷേ ദിലീപ് ഏട്ടൻ്റെയും സെറീൻ ആൻറ്റിയുടെയും ബിജുവേട്ടൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ആ മൂവിയിൽ ഭയങ്കരമായിരുന്നു. കാരണം ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അവർ കൂടുതൽ എൻകറേജ്മെൻറ്റാണ് തന്നത്. ശില്പ ഇവിടെ ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ട ഒരു കുട്ടിയാണെന്നുള്ള ഒരു കമൻറ്റ് അവർ ഓരോരുത്തരും എനിക്ക് പാസ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിലൂടെ ഒക്കെ തന്നെയാണ് എനിക്ക് സിനിമ എന്നൊരു ഫീൽഡ് ഇത്രയും എന്താ പറയുക എൻ്റെ കൂടെ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പം സിനിമ തീർച്ചയായിട്ടും ഈ 3 പടങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3ഉം വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആദ്യത്തെ പടം തിലകനങ്ങളുടെ കൂടെ ഒരു മാസത്തോളം എല്ലാ ദിവസവും എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തൊരു ഫീലാണ് ഓർക്കുക വല്ലപ്പോഴും തന്നത്. ഒരു അഭിനയം പഠിക്കാൻ വേണ്ടി ഒരു സ്കൂളിലേക്ക് നമ്മൾ പോകുന്നു, തിരിച്ച് നമ്മൾ അഭിനയം പഠിച്ച് വരുന്ന ഒരു ഫീലിംഗ്. കാരണം എൻ്റെ ഓരോ ചെറിയ ഷോട്ടിലും സീനിലും തിലകനങ്ങൾ തരുന്ന ഓരോ ടിപ്പ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ലൗഡായിട്ട് അഭിനയിക്കുമ്പോഴുള്ള വ്യത്യാസം, നമ്മൾ സോഫ്റ്റായിട്ട് അഭിനയിക്കുമ്പോഴുള്ള വ്യത്യാസം, അങ്ങനെ ഇതൊന്നും പലർക്കും ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തിലകനങ്ങൾ ഇപ്പം ഈസ് നോ മോർ ദെയർ. പക്ഷെ എന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അദ്ദേഹത്തിൻ്റെ ടിപ്സ് എൻ്റെ മനസ്സിൽ എന്നും ഞാൻ കാത്തു സൂക്ഷിക്കും. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു നടനാണ് തിലകനങ്ങൾ. മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും പടങ്ങളുണ്ടാകുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഹിന്ദി സിനിമ, തമിഴ്, തെലുഗു കമേഴ്ഷ്യൽ ആസ്പെക്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ് മലയാളം ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകരും വളരെ ബുദ്ധികരമായിട്ടാണ് ഓരോ സിനിമയും വിലയിരുത്താറ്. ഓരോ ആക്ട്രസിനോ അല്ലെങ്കിൽ ആക്ടറിനോ എത്രത്തോളം അവർക്ക് പാഷനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളമാണ് അവരുടെ കഴിവ് എന്നുള്ളത് പ്രേക്ഷകരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തീരുമാനിക്കുന്നത്. സോ അതിൻ്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. എനിക്ക് തിലകനങ്ങൾ തന്ന എക്സ്പീരിയൻസ് പോലെ തന്നെയായിരുന്നു എനിക്ക് ഓരോ പടത്തിലും ഓരോ ഡയറക്ടറായാലും ഒരു ആക്ടറായാലും എനിക്ക് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ പടത്തിൽ വിനീതേട്ടൻ്റെ കൂടെ ഞാൻ ആ പടം അഭിനയിച്ച സമയത്ത് വിനീതേട്ടൻ എൻ്റെ ടീച്ചറായിരുന്നു, ഞാൻ സ്റ്റുഡൻ്റായിട്ടായിരുന്നു അഭിനയിച്ചത്. അപ്പം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് വിനീതേട്ടൻ ചെയ്തത്. അപ്പോൾ വിനീതേട്ടൻ്റെ കരിയറിൽ അതൊരു വലിയ ഒരു മാർക്ക് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എന്ന് വിനീതേട്ടൻ തന്നെ കെമിസ്ട്രി ചെയ്യുമ്പോൾ പറയാറുണ്ടായിരുന്നു. ഈ പടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി നല്ല സിനിമകളുടെ ഓഫർ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അതായത് നല്ല റോൾസിൻ്റെ ഓഫർ വരുമോ എന്ന് സംശയമുണ്ട്. കാരണം അത്രയും ഒരു വില്ലനിയസ് ക്യാരക്ടർ വിനീതേട്ടൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പടത്തിലൂടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും കൂടിയായിരുന്നു. എൻ്റെ എന്ന് പറയുന്നത് ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇടയിൽ ഒരു പുതിയൊരു ആക്ട്രസിൻ്റെ ഒരു മാറി കാണാതെ തന്നെ വിജി തമ്പി സാർ എന്നെ ഒരുപാട് ഇമ്പോർട്ടൻസും ഒരുപാട് കെയറും ഒരുപാട് നല്ല രീതിയിൽ തന്നെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആ ഫുൾ ക്രൂ. വിജി തമ്പി സാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർക്കോ വല്ലപ്പോഴും സോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായിരുന്നു ചെയ്തത്. അപ്പം ആ സിനിമ അദ്ദേഹത്തിൻ്റെയും ഒരു ഫസ്റ്റ് മൂവിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്ന് തുടക്കത്തിൻ്റെയും ഒക്കെ ഒരു ത്രില്ലിലിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഓർക്കോ വല്ലപ്പോഴും കംപ്ലീറ്റ് ചെയ്തത്. വിജയ് തമ്പി സാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുക്കം സമയം കൊണ്ട് അദ്ദേഹം പടം എടുത്ത് കഴിയും. അത് നമ്മൾ തുടങ്ങുന്നതും തീരുന്നതും നമ്മളധികം അറിയാറില്ല. അപ്പോഴത്തേക്കും എല്ലാ സീനും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം തീർത്തിട്ടുണ്ടാകും. സോ ഒരുപാട് ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് വിജയ് തമ്പി സാർ. അപ്പോൾ ആ ഒരു സ്റ്റൈല് കുറച്ച് വേറെയായിരുന്നു. ഫസ്റ്റ് പടത്തിനേക്കാളും സെക്കൻഡ് പടം ചെയ്യുന്ന സമയത്ത് ഒരു വർക്കിംഗ് സ്റ്റൈലേ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ വാഗമൺ ഉണ്ടായിരുന്നു, കുട്ടിക്കാനം, അങ്ങനെ ഈവൻ കൊച്ചി ആതിരപ്പള്ളിയിലൊരു സ്കൂളായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വിജയ് തമ്പി സാറിൻ്റെ കൂടെ. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പീഡ് അറ്റ് വർക്ക്, ഒരു രണ്ടാമത്തെ ടേക്കിൻ്റെ അധികം പോയാൽ അദ്ദേഹം അത്ര നമ്മളോട് നന്നായിട്ടൊന്നും സംസാരിക്കില്ല. കുറച്ചൊരു ടെമ്പറൊക്കെ ഉണ്ട്. പക്ഷെ അത് രസമാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. പക്ഷെ ആ ഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം അത് മറക്കുകയും ചെയ്യും, നമ്മൾക്കതൊരു കൂളായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം വിജയ് തമ്പി സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. പിന്നെ അതിൽ പ്രേത റൂൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആനിമേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മൂവിയായിരുന്നു കെമിസ്ട്രി. അപ്പം ശരിക്കും നമ്മൾ ടെക്നിക്കൽ ആസ്പെക്ട്സും കൂടെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പഠിച്ചൊരു മൂവിയാണ് കെമിസ്ട്രി. വെറുതെ നമ്മൾ പോയി അഭിനയിച്ച് കട്ട് പറഞ്ഞ് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. എന്തൊക്കെയാണ് അവർ ചെയ്യണത്, നമ്മളൊരു വിഷ്വൽ എഫക്റ്റിന് വേണ്ടി അവർ ആഡ് ചെയ്യുന്ന എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സിനിമയും കൂടിയായിരുന്നു കെമിസ്ട്രി. പിന്നെ ശരണ്യ മോഹനായിരുന്നു മറ്റൊരു ക്യാരക്ടർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പം ശരണ്യമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഫുൾ മൂവി ത്രൂ അത് നമ്മുടെ കെമിസ്ട്രി ശരിക്കും സ്ക്രീനിൽ തന്നെ കാണാനുണ്ടായിരുന്നു. അപ്പം നല്ല ഒരുപാട് എക്സ്പീരിയൻസ് കെമിസ്ട്രി തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ മുകേഷ് ഏട്ടൻ അതിൽ വളരെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ കൂടിയും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിനെ പോലത്തെ ഒരു ജോവിയൽ ഒരു ആക്ടർ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം സെറ്റിൽ സ്ക്രീനിൽ കാണുന്ന അതേ ഒരു ജോവിയൽ മൂഡാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കാറ്. അപ്പോൾ എല്ലാവർക്കും മുകേഷ് ഏട്ടൻ ഒരു സെറ്റിലുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഓരോ കഥകളൊക്കെ കേൾക്കണം. അതൊരു രസികനാണ് ശരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ടി വി പ്രേക്ഷകരൊക്കെ കാണുന്ന ഒരു സ്ഥിരം ആൾക്കാർക്കൊക്കെ അറിയാം മുകേഷ് ഏട്ടൻ്റെ ഒരു നമ്മൾ എന്താണ് മുകേഷ് ഏട്ടൻ്റെ അല്ലാതെ കാണുന്ന അദ്ദേഹം അത് തന്നെയാണ് ക്യാരക്ടർ വൈസ്. പിന്നെ ഞാൻ ചെയ്ത മൂന്നാമത്തെ പടം ആഗതനിൽ കമൽ സാറിൻ്റെ വർക്കിംഗ് സ്റ്റൈല് ഇവർ രണ്ടുപേരിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിരുന്നു. അത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിസ്റ്റാണ് കമൽ സാർ. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പോൾ സ്ക്രീനിൽ പോയി നോക്കുമ്പോഴായിരിക്കും ഓ മൈ ഗോഡ് ഇത് എന്തൊരു നല്ലൊരു ഷോട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതും ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അജയൻ വിൻസെൻറ്റ് ക്യാമറ ചെയ്ത ഒരു മൂവിയായിരുന്നു ആഗതൻ. അപ്പം നമ്മൾ വരയ്ക്കുന്ന പോലത്തെ ഒരു പിക്ചേഴ്സ് ക്യൂ ഇമേജസ് ആയിരുന്നു അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവരിക ക്യാമറയിൽ. നമ്മൾ കശ്മീരിൽ കുറച്ച് ഷോട്ട് ഉണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഊട്ടിയിലാണ് ആഗതൻ്റെ സിനിമ. അപ്പോൾ ഊട്ടിയിൽ ഒരു ബംഗ്ലാവിൽ വെച്ചിട്ടായിരുന്നു പകുതിയും കൂടുതൽ പടം. പിന്നെ നേരത്തെ പറഞ്ഞ തേനി കമ്പൻ തേനി അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം രാവിലെ നമ്മൾ ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു 3.5-4 ദിവസത്തോളം വേണ്ടി വന്നു. കാരണം നമ്മുടെ ക്ലൈമറ്റ് അത്ര അങ്ങോട്ട് മാച്ച് ആവുന്നതായിട്ടില്ല. പിന്നെ സത്യരാജ് അങ്കിള് ഭയങ്കര നല്ലൊരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും വലിയൊരു ഭാഗ്യമാണ്. കാരണം അദ്ദേഹം ചെയ്ത ആ പടത്തിലെ റോള് കുറച്ച് നെഗറ്റീവ് റോളായിരുന്നു. പക്ഷേ എങ്കിൽ ഷോട്ട് കഴിഞ്ഞ ഉടനെ ഇത്രയും പോസിറ്റീവ് എനർജി തരുന്ന ഒരു ആക്ടർ വേറെ ഉണ്ടായിരുന്നില്ല. അത്രയും നല്ലൊരു ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ കെമിസ്ട്രിയിൽ ആഗതനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 7 മണിയോളം ആകുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങും ഈ മുന്തിരി എടുത്തിട്ട് ആ ജാറിൽ വെച്ചിട്ട് ചവിട്ടാൻ. എല്ലാവരും കൂടെ വന്ന് അവരവരുടെ ടേണെടുത്ത് ചവിട്ടും. അപ്പോൾ അതൊരു ജ്യൂസ് ഫോം ആവുന്ന വരെ ചവിട്ടണം. എന്നിട്ട് ഒരു വൈകുന്നേരം ഒരു 2 o'clock 3 o'clock ആകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. തമിഴ്നാടും കൂടെ ആയതുകൊണ്ട് എന്താ പറയുക അത്രയും നല്ലൊരു ചൂടുള്ള ഒരു സമയമാണ്. ഭയങ്കര വെയിലും. അപ്പോൾ ഇതിലൊക്കെ കൂടി നമ്മൾ ഇതിൻ്റെ മേലെ കയറുക. പിന്നെ അധികം നമുക്ക് പ്രൊട്ടക്ഷനൊന്നുമില്ല ആ സമയത്ത്. മേലെ സൺലൈറ്റ് എങ്കിൽ അത് ലൈറ്റ് കിട്ടിയാൽ അത്രയും ക്യാമറയ്ക്കും നല്ലത്. അപ്പം ഇതൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഈക്വലി ഫൺ. രണ്ടാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഒരു 5 മണിക്ക് നമ്മൾ പാക്കപ്പ് ചെയ്യും. രണ്ടാമത്തെ ദിവസം വീണ്ടും രാവിലെ തുടങ്ങി ഇത് ചവിട്ടി ഡാൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെയും ഒരു 5 മണി വരെ പോകും. അപ്പോഴും ഷോട്ട് അത്ര അങ്ങോട്ടൊന്നും കിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് വെക്കും. അപ്പോഴത്തേക്ക് മൂന്നാമത്തെ ദിവസം വെക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ആദ്യത്തെ ദിവസം വന്ന് ചവിട്ടി ആ വൈന് ഓൾറെഡി കുറച്ചൊരു വൈൻ ഫോം ആയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ആയിരിക്കും വീണ്ടും പോയി ഡാൻസ് ചെയ്യുക. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നസെൻ്റ് അങ്കിളൊക്കെ എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നു എന്താണ് നമ്മളൊരു ആക്ടർ എന്ന നിലയിൽ എത്രയാണ് നമ്മൾ സാക്രിഫൈസും എത്ര ഡെഡിക്കേഷനോടെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായത്തിലും ഇത്രയും ഹൈ സ്പിരിറ്റഡ് ആയിട്ട് ഇത്രയും എനർജറ്റിക്കോടെ അദ്ദേഹത്തിന് വരെ ഒരു മടിയും കൂടാണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും ഒരു കംപ്ലയിൻറ്റും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് എന്നെ പഠിപ്പിച്ച 3 സിനിമകളാണ് ഓർക്കുക വല്ലപ്പോഴും കെമിസ്ട്രിയും ആഗതനും. അപ്പം ഇതിൽ സപ്പോർട്ടിങ് ആക്ടറിന് എനിക്ക് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നത് ആ സമയത്ത് സരീന വഹാബിനോടായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ഒരു ബോളിവുഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോഴും ഷീസ് ലിവിങ് ഇൻ മുംബൈ, സെറ്റിൽഡ് ഇൻ മുംബൈ, ബോളിവുഡ് മൂവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടും നല്ല ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വരുമ്പം പുള്ളിക്കാരി ഇങ്ങോട്ട് മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്നു പറയുന്ന വലിയൊരു കാര്യമാണ്. കാരണം ഈവൻ നൗ ഷീസ് നോട്ട് ഫ്ലുവൻറ്റ് വിത്ത് ദ ലാംഗ്വേജ്. ഇത്രയും മലയാളം മൂവീസ് ചെയ്തിട്ടും സരീന ആൻറ്റിക്ക് അങ്ങനെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് വരില്ല. പക്ഷെ എന്നാൽ പോലും പുള്ളിക്കാരത്തി ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഷോട്ടിന് മുമ്പ് ഒരു 10-15 പ്രാവശ്യം റിഹേഴ്സ് ചെയ്യും. ഒരു ചെറിയ ലൈൻ ആണെങ്കിൽ പോലും മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് റിഹേഴ്സ് ചെയ്തിട്ട് ഷോട്ടിൻ്റെ സമയത്ത് പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരത്തി പെർഫോം ചെയ്യും. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെർ ഐസ് ആൻഡ് എക്സ്പ്രഷൻ. സോ ഞാൻ ഒരുപാട് ആരാധിക്കുന്നൊരു നടിയായിരുന്നു പണ്ടും സരീന വഹാബ്. അപ്പം ആൻറ്റിയുടെ കൂടെ ഒരു റോള് ഈ പടത്തിൽ ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സ്റ്റാർ ആയിട്ട് വരുന്ന സമയം തൊട്ടേ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് വന്നു തുടങ്ങിയിരുന്നു. നല്ല നല്ല എക്സ്പീരിയൻസ് വന്നു തുടങ്ങിയിരുന്നു. കാരണം ഞാൻ ദുബായിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അപ്പം ദുബായിൽ നിന്ന് ഒരിക്കലും ഒരാൾക്ക് ദുബായിലിരിക്കുന്ന സമയത്ത് സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അൺടിൽ ആൻഡ് അൺലെസ് അതിനുള്ള ഒരു ഫീസിബിൾ സ്റ്റേറ്റസിലാണെങ്കിൽ മാത്രമേ നമുക്കതിനെ സാധിക്കാൻ പറ്റുള്ളൂ. ആൻഡ് താങ്ക് ഗോഡ് എനിക്ക് അത്യാവശ്യം നല്ലൊരു
എന്താ പറയുക നല്ലൊരു കമ്മ്യൂട്ട് തന്നെയായിരുന്നു ദുബായിലും ഇവിടുത്തെയും ഒക്കെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ പേരൻസ് ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ സ്കൂൾ ഞാൻ പഠിക്കുമ്പം ഡെബ്യൂ ചെയ്തതുകൊണ്ട് ആ സ്കൂളിലെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പഠിത്തത്തിൽ ഒരു ഡിസ്റ്റർബൻസും വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ ദുബായിൽ നിന്ന് ഒരു കുട്ടി മലയാള സിനിമയിലേക്ക് ഡെബ്യൂ ചെയ്യാമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ദുബായിൽ ഒരുപാട് നല്ല വേദികളിലും ഒരുപാട് നല്ല പെർഫോമൻസും ഒരുപാട് നല്ല സ്റ്റേജസിലും ഒക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. ആൻഡ് അതിലൂടെ തന്നെ ചെറുതായിട്ട് എനിക്കൊരു സ്റ്റാർഡും ദുബായിൽ നിന്ന് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എനിക്ക് അനുഭവപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. പിന്നീട് കുറച്ചും കൂടി സജീവമായപ്പം കുറച്ച് നാട്ടിൽ വന്നപ്പം കേരളത്തിൽ സെറ്റിലായപ്പം ആണ് കുറച്ചും കൂടിയും എനിക്കത് അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. സോ ജനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്ത് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുമ്പം പലരും നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ മടി പിടിക്കാറുണ്ട്. അത് എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരിക്കലും ഒരു പരിചയമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ പലർക്കും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനൊരു മടിയുണ്ടാകും. പ്രോബബ്ലി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു വിചാരമാണ് അവർക്ക് സാധാരണ ഉണ്ടാവാറ്. സോ എനിക്ക് അതിൽ മാത്രമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു രസമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടികളൊക്കെ ഒരു മടിയും കൂടാണ് നമ്മളോട് വന്ന് സംസാരിക്കുകയും നമ്മളോടൊപ്പം മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് നമുക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ കുറച്ചും കൂടി മുതിർന്നവർ എപ്പോഴും 1-2-3 പ്രാവശ്യം ചിന്തിക്കും, വരണോ, വന്നാൽ സംസാരിക്കുമോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും ജനങ്ങളുടെ കയ്യിൽ നിന്ന് പേഴ്സണലായിട്ടുള്ള ഓരോ അഭിപ്രായം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരോട് പോയി സംസാരിക്കുന്നതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആണ്. പിന്നീട് നമ്മൾ ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റ്സ് വഴി ഒരുപാട് പേരോടും നമുക്ക് ചാറ്റ് ചെയ്യാം, നമ്മൾ സംസാരിക്കാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളത് കാരണം പലരും ചിലപ്പം മടി പിടിക്കാറുണ്ട് നേരിട്ട് കാണുമ്പോൾ വന്ന് സംസാരിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് വന്ന് സംസാരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ എത്രത്തോളം ഞാൻ പുറത്ത് പോകുന്നു, എത്രത്തോളം ആൾക്കാർ വന്ന് സംസാരിക്കുന്നു, അത്രത്തോളം സന്തോഷമാണ് എനിക്ക് ഉണ്ടാവാറുള്ളത്. കാരണം വീണ്ടും TV സ്ക്രീനിൽ ആങ്കറായിട്ട് പോണത് നമ്മൾ ചെറിയൊരു കുട്ടിയായിട്ട് നമ്മൾ ആങ്കർ ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കില്ല നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചെറുതാകുമ്പോൾ നമ്മൾ പലരും ക്ഷമിച്ച് തന്നേക്കാം, നമ്മൾ കുഞ്ഞു തെറ്റുകളും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളും ചിലപ്പോൾ ഒരു ഇന്നസെൻസ് ആയിട്ട് ആൾക്കാർ കണക്കാക്കി നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വീണ്ടും ആങ്കറിങ് ഇൻഡസ്ട്രിയിലേക്ക് പോയപ്പം പല കാര്യങ്ങളും എനിക്ക് പഠിക്കേണ്ടി വന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ മലയാളം വരെ എനിക്ക് ഫ്ലുവൻ്റ് ആയി തുടങ്ങിയതും ഞാൻ ആങ്കറിങ് ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പം അതിനുള്ള എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മലയാളം സംസാരിക്കുന്ന ഒരു ആങ്കർ, എത്രത്തോളം നല്ല രീതിയിലാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ മലയാളവും കുറച്ച് നന്നായി പഠിച്ച് ചാനലിൽ അത്യാവശ്യം നല്ലൊരു പേര് വാങ്ങാൻ സാധിച്ചത്. അപ്പം സിനിമ തീർച്ചയായിട്ടും ഇപ്പോഴും എൻ്റെ ഒരു പ്രധാന കരിയർ പ്ലാൻ തന്നെയാണ്. സിനിമയും ആങ്കറിങ്ങും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. പുതിയതായി കമ്മിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും എൻ്റെ ഒരു ചെറിയൊരു ബ്രേക്കിലാണ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ വരുന്നവരെ ഒരു പടം കമ്മിറ്റ് ചെയ്യില്ല എന്ന തീരുമാനത്തിലായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പം 3 തമിഴ് പ്രോജക്ട്സ് എനിക്ക് വന്നത്. അപ്പം രണ്ടിൻ്റെ സ്റ്റോറി ഞാൻ കേട്ടു, ഏകദേശം ഒരു കമ്മിറ്റ് ചെയ്ത പോലെ തന്നെയാണ്, ബട്ട് ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി വെരി സൂൺ ഞാൻ തമിഴിലേക്കായിരിക്കും വീണ്ടും തിരിച്ച് ഒരു ഡെബ്യൂ ആയിട്ട് വരുന്നത്. തമിഴ് ഡെബ്യൂ ആയിരിക്കും എൻ്റെ ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി പാട്ടിൻ്റെക്കാളും എനിക്ക് ഡാൻസാണ്. ഞാൻ 18-19 വർഷമായി ഡാൻസറാണ്. ഡാൻസ് ട്രെയിനിങ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു ഡാൻസറാണ്. അപ്പോൾ പാട്ട് തീർച്ചയായിട്ടും അത്ര ട്രെയിനിങ് ഇല്ല, എന്നാൽ പോലും പാട്ട് ഒരുപാട് ആസ്വദിക്കുന്ന ഒരു ആളും കൂടി ആയതുകൊണ്ട് ഒരു പാട്ട് പാടാം ഇന്ത്യ ഗ്ലിറ്റ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി. മാരിക്കോടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ, എൻ കണ്ണിറയെ കാണാൻ വായോ, പീലിക്കുന്നും മേലെ നീലക്കായൽ താണ്ടി എന്നഴകേ മുന്നിൽ വായോ, എൻ പൊന്മധുരം ചുണ്ടിൽ തായോ, ഇളമാൻ കൊമ്പത്തെ നറു പൊന്നൂഞ്ഞാലാടാം നറുമുത്തേവാ, മാരിക്കോടിനുള്ളിൽ
പാടും മാടപ്രാവേ കൺമണിയേ കാണാൻ വായോ എൻ കണ്ണിറയെ കാണാൻ വായോ. എൻ്റെ ഇന്ത്യ ക്ലിറ്റ്സിലെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ TV വർക്കാണെങ്കിലും എൻ്റെ സിനിമയിലുള്ള വർക്കാണെങ്കിലും എല്ലാത്തിലും തന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് മുന്നോട്ട് തരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം അത് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസും എൻ്റെ ഒരുപാട് നല്ല ഗുണങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. സോ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി പറയാണ്. സോ ഹോപ്പിംഗ് ഫോർ ഓൾ ദാറ്റ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ത്രൂ ഔട്ട് ഓൾ മൈ വർക്ക്. സോ താങ്ക് യു സോ much for watching me. Thank you.